എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A small candle 2.5 cm in size is placed at 27 cm in front of a concave mirror of radius of curvature 36 cm. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സ്മാൾ കാൻഡിൽ ഉണ്ട്. ആ കാൻഡിലിന്റെ സൈസ് എത്രയാണ്? 2.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അത് ഒരു കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇതാണ് കോൺകേവ് മിറർ. ആ കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുക എത്ര സെന്റിമീറ്റർ അകലെയാണ്? 27 സെന്റിമീറ്റർ അകലെയാണ് ഇരിക്കുന്നത്. 27 സെന്റിമീറ്റർ. ഇനി ഈ ഒരു കോൺകേവ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര തന്നിട്ടുണ്ട്? 36 സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ ഇവിടെയാണ് റേഡിയസ് ഓഫ് സെന്റർ ഓഫ് കർവേച്ചർ. അവിടെ നിന്ന് അവിടെ വരെയുള്ള ദൂരം എത്രയാണ്? 36 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. At what distance from the mirror should the screen be placed in order to obtain a sharp image? അതായത് ഇതിന്റെ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഈ 2.5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഈ ഒരു കാൻഡിലിന്റെ ഷാർപ്പ് ഇമേജ് കിട്ടണമെങ്കിൽ എവിടെ എന്ത് വെക്കണം? സ്ക്രീൻ വെക്കണമെന്ന ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ട, ആ ഒരു ഇമേജ് എവിടെ ഫോം ചെയ്യും? ഇമേജ് സ്ക്രീനിലല്ലേ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ പിന്നെ എന്താ? ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ഇമേജ്. ആ ഒരു ഇമേജിന്റെ സൈസും നേച്ചറും എങ്ങനെയാന്ന് പറയണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളില്ല. ഇഫ് ദി കാൻഡിൽ ഈസ് മൂവ്ഡ് ക്ലോസർ ടു ദ മിറർ, ആ ഒരു മിററിന്റെ അടുത്തോട്ട് കാൻഡിൽ ഇവിടെ ഇരിക്കുന്നത്, ഈ കാൻഡിൽ ഇങ്ങനെ നീക്കി കൊണ്ടുവന്നാൽ സ്ക്രീൻ എങ്ങനെ മൂവ് ചെയ്യണം? ഇത് ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വീതം ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? എവിടെയാണ് സ്ക്രീൻ പ്ലേസ് ചെയ്യേണ്ടത്? നമുക്കൊരു ഇമേജ്, ഷാർപ്പ് ഇമേജ് കിട്ടണമെങ്കിൽ സ്ക്രീൻ എവിടെ പ്ലേസ് ചെയ്യണം? അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. കാരണം ഇമേജ് ആണ് ഇവിടെ കിട്ടുന്നത്, നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം വി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എന്തോ മിറർ ഫോർമുല 1/v + 1/u = 1/f ആണ്. ഇവിടെ u = എത്രയാണ്? -27 സെന്റിമീറ്റർ ആണ്. എഫ് എത്രയാണ്? എഫ് എന്ന് പറഞ്ഞാൽ r/2 വരും. മിറർ ആണ്, അപ്പൊ r/2 വരും. അത് എത്ര കിട്ടും? -36/2 വരും. അത് -18 സെന്റിമീറ്റർ എന്നും വരും. അപ്പോ 1/v = 1/f - 1/u വരും. 1/v = u - f / uf എന്ന് വരും. v = uf / u - f. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ u എത്രയാണ്? -27 into -18 divided by -27 minus of -8. അപ്പൊ എത്ര കിട്ടും പറഞ്ഞ്? = v = 27 into 18 divided by -27 plus 18 എത്ര വരും? -9 എന്ന് വരും. ഈ 9 27 വെട്ടി ഇവിടെ എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ v = എത്ര കിട്ടൂടാ? -54 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇമേജ് ഫോം ചെയ്ത് എവിടെയാണ്? ഈ ഒരു മിററിന്റെ ഫ്രണ്ടിൽ മൈനസ് ഇല്ലേ? അപ്പൊ മിററിന്റെ ഫ്രണ്ടിൽ 54 സെന്റിമീറ്റർ, അതായത് ഇനി ദൂരെ എവിടെയാണ് എന്ത് ചെയ്തത്? ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് v -54 കിട്ടി. ഈ ഒരു മിററിന്റെ ഫ്രണ്ടിലെ ഇമേജ് ഫോം ചെയ്യുന്നതിന് നമുക്കറിയാം അത് എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതൊരു റിയൽ ഇമേജ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ആ ഇമേജിന്റെ സൈസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ മാഗ്നിഫിക്കേഷൻ m = എന്താണ്? hi / ho, അല്ലെങ്കിൽ നമുക്ക് എന്തിട്ട് കൊടുക്കാം? -v/u. hi ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ hi / ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാ? 2.5 - v എത്രയാണ്? -54 divided by u എത്രയാണ്? -27. അപ്പൊ ഇത് എത്ര കിട്ടും? hi / 2.5 = 54 divided by -27 കിട്ടും. ഇത് -2 എന്ന് കിട്ടും. അപ്പൊ അവിടുന്ന് hi = ഹൈറ്റ് ഓഫ് ദി ഇമേജ് -2 into 2.5 വരും. അത് എത്ര കിട്ടൂടാ? -5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ -5 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. എന്ത് ഇമേജ് ആണ്? ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. അപ്പൊ റിയൽ ആണ്, ഇമേജ് ഇൻവെർട്ടഡ് ആണ്. അതുപോലെ തന്നെ നോക്കി, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 2.5 ആയിരുന്നു, പക്ഷെ ഇമേജിന്റെ ഹൈറ്റ് 5 ആണ്. അപ്പൊ എന്താണത്? മാഗ്നിഫൈഡും ആണ് അല്ലെ? മാഗ്നിഫൈഡും ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? റിയൽ ആയിരിക്കും, അത് ഇൻവെർട്ടഡ് ആയിരിക്കും, അതുപോലെ അത് എന്തായിരിക്കും? മാഗ്നിഫൈഡും ആയിരിക്കും. അപ്പൊ നമുക്ക് നേച്ചർ ഓഫ് ദി ഇമേജും കിട്ടി, സ്ക്രീൻ എവിടെ പ്ലേസ് ചെയ്യണമെന്നും കിട്ടി, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ഇമേജും കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദി കാൻഡിൽ ഈസ് മൂവ്ഡ് ക്ലോസർ ടു ദ മിറർ, ഈ കാൻഡിൽ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യും? മിററിന്റെ അടുത്തോട്ട് കൊണ്ടുവരാണ് എങ്കിൽ സ്ക്രീൻ എങ്ങോട്ട് മാറ്റണം? സ്ക്രീൻ എങ്ങനെ നീങ്ങുമെന്ന ക്വസ്റ്റ്യൻ. ഇത് നമുക്കറിയാം, ഒരു കോൺകേവ് മിററിൽ ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, ഫോക്കസ് ഉണ്ട്.
ഫോക്കസിന്റെലോട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് എത്രയായിരുന്നു? 18 സെന്റിമീറ്റർ ആണ്. അതായത് സെന്റർ ഓഫ് കർവേച്ചറിന്റെ പകുതി. അപ്പൊ ഈ ഫോക്കസിൽ എത്തുന്നത് വരെ ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നീക്കി നീക്കി മിററിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എങ്ങോട്ടായിരിക്കും? ദൂരോട്ടാ കിട്ടുന്നത് അല്ലെ? ദൂരോട്ടാ കിട്ടുന്നത്. സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ചാൽ സെന്റർ ഓഫ് കർവേച്ചറിൽ കിട്ടും. ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചറും ഫോക്കസ് ആണെങ്കിൽ അത് ബിയോണ്ട് സി ആ കിട്ടുന്നത്. അങ്ങനെ അത് നീണ്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് നീണ്ടു പോകും. ഓക്കെ അല്ലേ? അത് എവിടം വരെയാണ്? ഫോക്കസിൽ ഇമേജ് വെക്കുന്നത് വരെ, അതായത് ഫോക്കസിന് തൊട്ട് മുമ്പ് വരെ അത് എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് സ്ക്രീന് എന്ത് ചെയ്യും? മിററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടേയിരിക്കണം. അവിടെ ആയിരിക്കും ഇമേജ് കിട്ടുന്നത്. ഇനി ഫോക്കസിൽ വെക്കുകയാണെങ്കിലാണെങ്കിലും, അല്ലെങ്കിൽ ഫോക്കസിന് ഇപ്പുറത്തോട്ട് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോളി വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഈ ഒരു മിററിന് ബിഹൈൻഡില് വിർച്വൽ ഇമേജ് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു കേസാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് പറയാം when object moves towards the mirror, എന്ത് ചെയ്യും പറഞ്ഞ? ഇമേജ് എന്ത് ചെയ്യും? ഇമേജ് മൂവ്സ് away from the mirror. എവിടം വരെ അത്? till ഫോക്കസ് വരെ എന്ത് ചെയ്യും? മൂവ്സ് away from the mirror ആയിരിക്കും till focus. ഓക്കെ അല്ലേ? അപ്പൊ ആ സ്ക്രീൻ ഇമേജ് മിററിന് ദൂരോട്ടാ ഫോം ചെയ്യുന്ന. ഈ സ്ക്രീൻ മിററിന് ദൂരോട്ട് തന്നെ എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യണം. ഇനി ഇഫ് ഒബ്ജക്റ്റ് ഈസ് ലെസ് ദാൻ 80 സെന്റിമീറ്റർ, ഒബ്ജക്റ്റ് ലെസ് ദാൻ അല്ല, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇഫ് യു ഈസ് ലെസ് ദാൻ 80 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? വിർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുക. വിർച്വൽ ഇമേജ് ഈസ് ഫോംഡ് അത് എവിടെ ആയിരിക്കും കിട്ടുന്നത്? ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ സ്ക്രീൻ എവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹൈറ്റ് ഓഫ് ദി ഇമേജിന്റെ സൈസ് നേച്ചർ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? മിററിന്റെ അടുത്തോട്ടാ കൊണ്ടുവരുന്നെങ്കിൽ ഇമേജ് എന്ത് ചെയ്യും? ദൂരോട്ട് പോകും. അപ്പൊ ഫോക്കസ് വരെ അങ്ങനെ പോണത്. അപ്പൊ അതുവരെ എന്ത് ചെയ്യണം? സ്ക്രീൻ ദൂരോട്ട് പ്ലേസ് ചെയ്യണം. ഇനി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 80 സെന്റിമീറ്റർ കുറഞ്ഞ, അതായത് ഫോക്കസിന് പോകുന്ന ഇടയ്ക്കായാൽ ഇമേജ് കിട്ടുന്നത് എന്തായിരിക്കും? ബിഹൈൻഡ് ദി മിറർ ആയിരിക്കും. അത് വിർച്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മുടെ ഒരു കോൺകേവ് മിററിന്റെ എല്ലാവിധ ഇമേജ് ഫോർമേഷനും വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയത്. എല്ലാ കൺസെപ്റ്റും പറഞ്ഞില്ലേ? റിയൽ ആയി കിട്ടുന്ന എപ്പോഴാണ്? വിർച്വലായി കിട്ടുന്ന എപ്പോഴാണെന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9.2. A 4.5 centimeter needle is placed 12 centimeter away from a convex mirror of focal length 15 centimeter. Give the location of the image and the magnification. Describe what happens as the needle is moved farther from the mirror. എന്താ പറയുക? ഒരു 4.5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു നീഡിൽ ഉണ്ട്. അതൊരു കോൺവെക്സ് മിറർ ഫ്രണ്ടില് എത്രയാ? 12 സെന്റിമീറ്റർ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഇതാണ് ഒരു കോൺവെക്സ് മിറർ. ആ കോൺവെക്സ് മിററിൽ നിന്ന് ഒരു 12 സെന്റിമീറ്റർ അകലെ, ഇതാണ് 12 സെന്റിമീറ്റർ. ഈ 12 സെന്റിമീറ്റർ അകലെ എന്തിരിക്കും? നീഡിൽ ഇരിക്കുകയാണ്. അതിന്റെ ലെങ്ത് എത്രയാണ്? 4.5 സെന്റിമീറ്റർ ആണ്. ഇനി ഫോക്കൽ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇവിടെ ഫോക്കസ് എന്നിരിക്കുക. ഇത് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. Give the location of the image and the magnification. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലൊക്കേഷൻ ഓഫ് ദി ഇമേജ്, അതായത് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യം ഇത്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? 4.5 സെന്റിമീറ്റർ. യുവിന്റെ വാല്യൂ എത്രയാണ്? -12 സെന്റിമീറ്റർ. അതുപോലെ എഫിന്റെ വാല്യൂ എത്രയാണ്? എഫ് ഈസ് ഈക്വൽ ടു, ഇത് കോൺവെക്സ് മിററിലെ +15 സെന്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് വി കണ്ടുപിടിക്കണമെങ്കിൽ 1/v ഈസ് ഈക്വൽ ടു എന്താണ്? 1/f മൈനസ് 1/u ആണ്. ഇവിടുന്ന് v ഈസ് ഈക്വൽ ടു uf ഡിവൈഡഡ് ബൈ u മൈനസ് f എന്ന് കിട്ടും. അപ്പൊ -12 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ -12 മൈനസ് 15 എന്ന് വരും. ഇത് എത്ര കിട്ടും? -12 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ -17 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. -17 അല്ല, -27. അപ്പൊ ഇവിടെ നമുക്ക് ഈ മൈനസും പോയാൽ ഇതിനെ രണ്ടും എന്ത് ചെയ്യാം? 3 വെച്ച് നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ എത്ര കിട്ടും? 5ഉം ഇവിടെ 9 എന്നും കിട്ടും. ഇത് രണ്ടും പിന്നെയും വെട്ടി 3 വെച്ച് വെട്ടി ഇവിടെ 4ഉം ഇവിടെ 3 എന്നും കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എത്ര കിട്ടും? 20/3 എന്ന് കിട്ടും. 20/3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 6.67 സെന്റിമീറ്റർ ആണ്. അപ്പൊ v ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? +6.67 സെന്റിമീറ്റർ എന്ന് കിട്ടി. +6.67 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് ഇങ്ങോട്ടാണ് നെഗറ്റീവ് തന്നെ. അതായത് ഇവിടെ ഒരു 6.67 സെന്റിമീറ്റർ അകലെ ഈ ഒരു 6.67 സെന്റിമീറ്റർ ഇവിടെയാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത് മക്കളെ? ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ബിഹൈൻഡ് ദി മിറർ ലൈൻ ആ ഒരു സൈഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്?
നമ്മുടെ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ഓപ്പോസിറ്റ് സൈഡ്. ഇനി നമുക്കിപ്പോ ലൊക്കേഷൻ ഓഫ് ദി ഇമേജ് കിട്ടി. ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? HI/HO അല്ലെങ്കിൽ ഇക്വേഷൻ എന്തുവാടാ? -V/E. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് HI ഈസ് ഈക്വൽ ടു മൈനസ് V എത്രയാണ്? 6.67 ഡിവൈഡഡ് ബൈ U എത്രയാണ്? -12 ഇൻറ്റു HO എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 4.5 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് എത്ര കിട്ടും? 6.67 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 4.5 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് ഒരു 2.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? +2.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ +2.5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇമേജ് ഫോം ചെയ്ത് ഇപ്പോൾ സൈഡ്, അപ്പൊ അത് വിർച്വൽ ആണ്. അതുപോലെ ഇപ്പൊ +2.5 വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? 4.5 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന ഒബ്ജക്റ്റ് ആണ് 2.5 സെന്റിമീറ്റർ ആയപ്പോ ഡിമിനിഷ്ഡ് ആണ്. അതുപോലെ തന്നെ പോസിറ്റീവ് അല്ലേ? അപ്പൊ ഏതാണ്? ഇറക്റ്റ് ആണ്. അപ്പൊ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, അതുപോലെ എങ്ങനെയാടാ? ഡിമിനിഷ്ഡ് അല്ലെ? 4.5 എത്രയായി? 2.5 ആയിട്ട് പറയാം. അപ്പൊ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ ഉണ്ട്. എന്താ? ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻസ് ആസ് ദി നീഡിൽ ഈസ് മൂവ്ഡ് ഫാർദർ ഫ്രം ദ മിറർ. അതായത് ഈ ഒരു മിററിൽ നിന്ന് ഈ നീഡിൽ എന്ത് ചെയ്യുക? ഫാർദർ ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാ? നീഡിൽ മൂവ് ചെയ്താൽ, ഈ ഒരു മിററിന് ഇങ്ങോട്ട് എവേ ആയിട്ട് മൂവ് ചെയ്താൽ ഇമേജ് എന്ത് ചെയ്യൂടാ? ഇമേജ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഇവിടുന്ന് ദൂരോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ആ ഇമേജിന്റെ സൈസ് എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആസ് ദ എന്താണ്? ആസ് ദ നീഡിൽ ഈസ് മൂവ്ഡ് ഫാർദർ ഫ്രം ദ മിറർ. നീഡിൽ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്താൽ, ആസ് ദ നീഡിൽ മൂവ് ഫാർദർ ഫ്രം ദ മിറർ എന്ത് പറയാം? ഇമേജ് എന്ത് ചെയ്യും? ഇമേജ് വിൽ ആൾസോ മൂവ് അവേ ഫ്രം ദ മിറർ. ഇമേജ് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ട് നീക്കി, നീഡിൽ ഇങ്ങോട്ട് നീക്കാൻ തുടങ്ങി. ഇവിടുന്ന് എന്ത് ചെയ്യും? ഇമേജും ദൂരോട്ട് നീക്കാൻ തുടങ്ങും. ഇവിടെ നമ്മൾ ഇമേജ് ഒബ്ജക്റ്റ് ഇങ്ങോട്ട് അടുത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇമേജ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് അടുത്തോട്ട് വരും. അപ്പൊ ഇമേജ് വിൽ ആൾസോ മൂവ് എന്താണ്? അവേ ഫ്രം ദ മിറർ. അവേ ഫ്രം ദ മിറർ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? സൈസ് ഓഫ് ദി ഇമേജ് എന്ത് ചെയ്യും? സൈസ് ഓഫ് ദി ഇമേജ് decreasing, reduces gradually. അപ്പൊ നീഡിൽ ഇങ്ങോട്ട് മിററിൽ നിന്നും ഇങ്ങോട്ട് ദൂരോട്ട് കൊണ്ടുവരുന്നതിനനുസരിച്ച് ഇമേജ് എന്ത് ചെയ്യും? ആ ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് എന്ത് ചെയ്യും? ദൂരോട്ട് പോകും. ആ ഇമേജിന്റെ സൈസ് എന്ത് ചെയ്യും? കുറയാനും തുടങ്ങും. ഈ ഒരു കണ്ടീഷനാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 9.3. A tank is filled with water to a height of 12.5 centimeter. The apparent depth of a needle lying at the bottom of the tank is measured by a microscope to be 9.4 centimeter. അപ്പൊ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ എന്ത് ചെയ്യുക? വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. എത്ര ഹൈറ്റ് വരെ? 12.5 സെന്റിമീറ്റർ ഹൈറ്റ് വരെ വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച വാട്ടർ ഫില്ല് ചെയ്തെന്ന് പറയാം. അപ്പൊ ഇത് വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഹൈറ്റ് ആണ് എത്ര മക്കളെ? 12.5 സെന്റിമീറ്റർ. ഇനി അപ്പാരന്റ് ഡെപ്ത് ഓഫ് എ നീഡിൽ ലൈങ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ടാങ്ക്. അതായത് ഈ ഒരു ടാങ്കിന് ഒരു ബോട്ടത്തിൽ ഒരു നീഡിൽ കിടപ്പുണ്ട്. ആ നീഡിലിന്റെ അപ്പാരന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പാരന്റ് ഹൈറ്റിൽ അപ്പാരന്റ് ഡെപ്ത്, അതായത് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാം? അതൊരു ഷിഫ്റ്റ് കാരണം ഒരു അപ്പാരന്റ് ഡെപ്തിലല്ലേ കാണപ്പെടുന്നത്. ആ ഒരു അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 9.4 സെന്റിമീറ്റർ ആണ്. അപ്പം അത് എവിടെയായിട്ടാ കാണുന്നത്? നമുക്ക് ആ നീഡിൽ ഇവിടെ ആയിട്ടാ കാണുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഇതെന്ന് പറയുന്നത് എത്രയാണ്? 9.4 സെന്റിമീറ്റർ ആണ്. എങ്കിൽ വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ? എങ്കിൽ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? ക്വസ്റ്റ്യൻ. വാട്ടർ കൊണ്ടല്ലേ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ലിക്വിഡിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ലിക്വിഡില് എന്താ? റിയൽ ഡെപ്ത് ഉണ്ട്. ആ ലിക്വിഡിന്റെ ഒരു എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതിന്റെ അപ്പാരന്റ് ഡെപ്ത് സംഭവിക്കുന്നുണ്ട്, ഷിഫ്റ്റിംഗ് നടക്കുന്നതാണെങ്കിൽ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? മ്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയുന്നത് നമുക്ക്? റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്തിന് ഈക്വൽ ആയിരിക്കും. റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്തിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ മ്യൂ ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് എത്രയാ? 12.5. അപ്പാരന്റ് ഡെപ്ത് എത്രയാണ്? 9.4. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അറൗണ്ട് ഒരു 1.329 എന്ന് കിട്ടും. അതിന് നമുക്ക് 1.33 എന്ന് ഇടാം. അപ്പൊ വാട്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയെന്ന് തന്നെ കിട്ടി? 1.33. 4/3 അല്ലേ? ഇത് 1.33 തന്നെ കിട്ടി.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ? ഇഫ് ദി വാട്ടർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63, വാട്ടറിനെ റീപ്ലേസ് ചെയ്യുന്നു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63 ഉള്ള ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ഈ വാട്ടർ മാറ്റിയിട്ട് ആ ലിക്വിഡ് എന്ത് ചെയ്യാൻ നിറയ്ക്കുകയാണ് എങ്കിൽ ആ ഒരു സെയിം ഹൈറ്റ് അവിടെ റിയൽ ഡെപ്ത് സെയിം ആയിരിക്കും. അപ്പൊ 12.5 സെന്റിമീറ്റർ വരെ ചെയ്യുന്നു. ബൈ വാട്ട് ഡിസ്റ്റൻസ് ഷുഡ് ദി മൈക്രോസ്കോപ്പ് ഹാവ് ടു ബി മൂവ്ഡ് ടു ഫോക്കസ് ഓൺ ദ നീഡിൽ അഗൈൻ? അപ്പൊ എന്ത് ചെയ്യുന്നു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുമല്ലേ അവിടെ, അപ്പൊ അവിടുത്തെ അപ്പാരന്റ് ഡെപ്ത് എന്ത് ചെയ്യും? മാറും. അവിടുത്തെ അപ്പാരന്റ് ഡെപ്ത് എന്ത് ചെയ്യൂടാ? മാറും. അങ്ങനെ അപ്പാരന്റ് ഡെപ്ത് മാറുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടുത്തെ ആ ഒരു അപ്പാരന്റ്, അതായത് എന്താ ലിക്വിഡ് മാറിയപ്പോൾ ഉള്ള ഇപ്പോഴുള്ള അപ്പാരന്റ് ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ആദ്യം നമുക്ക് അത് ചെയ്യാം. അപ്പം മ്യൂ ഈസിക്കൽ ടു, അവിടെ ഇക്വേഷൻ എന്ത് തന്നെയാ? സെയിം ഇക്വേഷൻ തന്നെ. എന്താ? മ്യൂ ഈസിക്കൽ ടു റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത് ആണ്. അപ്പൊ ഇവിടുത്തെ മ്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.63 ആക്കുകയാണെങ്കിൽ റിയൽ ഡെപ്ത് അപ്പൊ അവിടെ മാറുമോ? ഇല്ല. റിയൽ ഡെപ്ത് എപ്പോഴും എത്ര തന്നെയാ? 12.5 തന്നെയാണ്, ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത്. ഇപ്പൊ അതായത് ലിക്വിഡ് മാറ്റിയപ്പോൾ ഉള്ള അപ്പാരന്റ് ഡെപ്ത് കണ്ടുപിടിക്കണം. അപ്പൊ അപ്പാരന്റ് ഡെപ്ത് എത്ര കിട്ടും? AD ഈസിക്കൽ ടു 12.5 ഡിവൈഡ് ബൈ 1.63 എന്ന് കിട്ടും. അത് എത്ര കിട്ടും? 7.67 സെന്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 7.67 സെന്റിമീറ്റർ. അപ്പൊ ഇപ്പോൾ ഉള്ള അപ്പാരന്റ് ഡെപ്ത് എത്രയാണ്? 7.67 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ആ നീഡിനെ അഗെയിൻ അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യണം? ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെ? മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. എത്ര ഷിഫ്റ്റ് ചെയ്യണമെന്ന് നമുക്കപ്പൊ ഇനി കണ്ടുപിടിക്കേണ്ടത്. എത്ര ഷിഫ്റ്റ് ചെയ്യണം? അപ്പൊ മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യണം? കുറച്ച് മുകളിലോട്ടാക്കണം. അത് എത്ര ഷിഫ്റ്റ് ചെയ്യണം നമുക്ക് കണ്ടുപിടിക്കാം. ഷിഫ്റ്റ് ഈസിക്കൽ ടു നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എത്രയായിരിക്കും ഷിഫ്റ്റ് ഈസിക്കൽ ടു? ആദ്യം ഉണ്ടായ ആദ്യത്തെ എന്താ അപ്പാരന്റ് ഡെപ്ത് എത്രയാണ്? 9.4. 9.4 ഇപ്പോൾ അപ്പാരന്റ് ഡെപ്ത് കുറയ്ക്കണം. എത്രയാണ്? 7.67. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ മൈക്രോസ്കോപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ എത്ര കിട്ടും? 1.73 സെന്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 1.73 സെന്റിമീറ്റർ. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തോളൂ. ആദ്യത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കാം. റിയൽ ഡെപ്ത് അപ്പാരന്റ് ഡെപ്തും തന്നു. അത് വെച്ച് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഒരു ലിക്വിഡ് മാറ്റി, വാട്ടർ എന്ന് പറഞ്ഞ ലിക്വിഡ് മാറ്റിയിട്ട് വേറൊരു ലിക്വിഡ് നിറച്ചു. അപ്പൊ അതിന്റെ എന്ത് തന്നിട്ടുണ്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. എങ്കിൽ അപ്പോഴെത്രയാവും അപ്പാരന്റ് ഡെപ്ത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം എത്ര മൈക്രോസ്കോപ്പ് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അറിയാം. അങ്ങനെ നമ്മൾ അപ്പോൾ എന്ത് ചെയ്തു? അപ്പാരന്റ് ഡെപ്ത് കണ്ടുപിടിച്ചു. അപ്പൊ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എത്രയാണ്? ഈ രണ്ട് അപ്പാരന്റ് ഡെപ്തിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യണം? മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് എത്ര കിട്ടി? 1.73 സെന്റിമീറ്റർ എന്ത് ചെയ്യണം? മൈക്രോസ്കോപ്പ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും? ആ നീഡിൽ അതുപോലെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 9.4. Figures 9.27a and b show refraction of a ray in air incident at 60 degree with the normal to a glass air and water air interface, respectively. Predict the angle of the refraction in glass when the angle of incidence in water is 45 degree with the normal to a water glass interface. Figure 9.27c. അപ്പൊ ഇവിടെ എന്തോ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് 3 ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ? ആദ്യത്തെ ഫിഗറിൽ എന്ത് ചെയ്യുക? ഇൻസിഡന്റ് എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് ആ ഒരു എയർ ഗ്ലാസ് ഇന്റർഫേസിൽ പാസ് ചെയ്ത് പോവാണ്. അപ്പൊ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 എന്നും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 35 എന്നും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഫിഗറിൽ എന്താ നടക്കുന്നത്? എയറിൽ നിന്ന് വാട്ടറിലോട്ട് ഒരു എയർ വാട്ടർ ഇന്റർഫേസിൽ എന്താ നടക്കുക മക്കളെ? റിഫ്രാക്ഷൻ നടക്കുകയാണ്. അപ്പൊ എയറിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 എന്നും വാട്ടറിൽ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 47 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കേസില് നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ ഗ്ലാസ് ഇന്റർഫേസിൽ റിഫ്രാക്ഷൻ നടക്കുകയാണ്. അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 തന്നിട്ടുണ്ട്. പക്ഷെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് സ്നെൽസ് ലോ യൂസ് ചെയ്യാൻ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേണം. അപ്പൊ അത് രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എയുടെയും ബിയുടെയും ഫിഗർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എയിൽ എന്ത് അപ്ലൈ ചെയ്യാം? എയിൽ നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. എയിൽ അപ്ലൈ ചെയ്യുകയാണ്. എയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും പറഞ്ഞേ? എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടല്ലേ എന്ത് നടക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ NA ഇൻറ്റു അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് sin 60 ഈസ് ഈക്വൽ ടു NG ഇൻറ്റു എന്തെന്ന് എഴുതാം? sin 35 എന്ന് എഴുതാം. ഏതിക്കൂടെ എഴുതാം? NA ഇൻറ്റു sin 60 ഈസ് ഈക്വൽ ടു NG ഇൻറ്റു sin 35 എന്ന് എഴുതാം. അപ്പൊ ഇവിടുന്ന് നമുക്ക് sin 60 ഡിവൈഡഡ് ബൈ sin 35 എന്ന് പറയുന്നത് എന്ത് കിട്ടും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ എന്ന് കിട്ടും. ഇത് എങ്ങനെ എഴുതാൻ പറ്റും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് എനിക്ക് എഴുതാൻ പറ്റത്തില്ലേ? പറ്റും. അപ്പൊ ഇവിടുന്ന് NGA എനിക്ക് എത്രയെന്ന് കിട്ടുവാടാ? sin 60യുടെ വാല്യൂ എത്രയാണ്? sin 60 എന്ന് പറഞ്ഞാൽ
√3/2 ആണ് ഡിവൈഡഡ് ബൈ സൈൻ 35 എന്ന് പറഞ്ഞാൽ 0.5736 വരും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എനിക്ക് 1.51 എന്ന് കിട്ടും. എത്ര കിട്ടും? 1.51 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എത്ര കിട്ടി? 1.51 കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ, എ എന്ന് പറയുന്ന ഫിഗറിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ബി എടുക്കാം. ഫിഗർ ബി എടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്തൂടെ? അവിടെ നോക്കണം, എയിൽ നിന്ന് വാട്ടറിലോട്ടാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പൊ എൻ എ ഇൻറ്റു സൈൻ 60 ഈസ് ഈക്വൽ ടു എൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇൻറ്റു സൈൻ 47 എന്ന് കിട്ടും. പറഞ്ഞേടാ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ വാട്ടർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സൈൻ 60 ഡിവൈഡഡ് ബൈ സൈൻ 47 എന്ന് എഴുതാം. എനിക്കിവിടെ എഴുതാം. ഇനി പറഞ്ഞേ, സൈൻ 60 എത്ര വരും? √3/2 വരും. ഡിവൈഡഡ് ബൈ സൈൻ 47 എത്ര കിട്ടൂടാ? 0.7314 എന്ന് കിട്ടും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എനിക്ക് 1.184 എന്ന് കിട്ടും. എത്ര കിട്ടും? 1.184. ഇതെന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ആണ്. ഓക്കെ അല്ലേ? അത് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഇത് രണ്ട്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറഞ്ഞാൽ എന്താ? NG/NA ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറഞ്ഞാൽ NW/NA ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും കൂടെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ കണ്ടുപിടിച്ചൂടെ? എത്ര കിട്ടും? NG/NW എത്ര കിട്ടൂടാ? ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. ഈ NA രണ്ടിടത്തും കട്ട് ചെയ്ത് പോയിട്ട് എത്ര കിട്ടും? 1.51 ഡിവൈഡഡ് ബൈ 1.184 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സിയിൽ എന്തിൽ അപ്ലൈ ചെയ്യാം? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ സിയിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞേ, ഇവിടെ നല്ല ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നടക്കുന്നത്. അപ്പം NW ഇൻറ്റു സൈൻ 45 ഈസ് ഈക്വൽ ടു NG ഇൻറ്റു സൈൻ R എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ R ഡിവൈഡഡ് ബൈ സൈൻ 45 ഈസ് ഈക്വൽ ടു NW/NG എന്ന് കിട്ടും. NW/NG എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1.184 ഡിവൈഡഡ് ബൈ 1.51 എന്ന് കിട്ടും. അപ്പൊ സൈൻ R ഈസ് ഈക്വൽ ടു 1.184 ഡിവൈഡഡ് ബൈ 1.51 ഇൻറ്റു എന്തെന്ന് കിട്ടുവിടാം? സൈൻ 45 വരത്തില്ലേ? സൈൻ 45 എത്രയാണ്? 1/√2 ആണ്. അപ്പൊ ഇൻറ്റു എന്തെന്ന് കിട്ടും? 1/√2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 1.184 ഡിവൈഡ് ബൈ 1.51 എന്ന് പറയുമ്പോൾ 1/1.275 ഇൻറ്റു 1/√2 എന്ന് കിട്ടും. ഇത് 0.5546 എന്ന് കിട്ടും. 0.5546. അപ്പൊ ഇവിടെ നിന്ന് R കണ്ടുപിടിക്കണം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R അല്ലേ? R ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് 0.5546 എന്ന് കിട്ടും. സൈൻ ഇൻവേഴ്സ് 0.5546 എന്ന് പറയുമ്പോൾ അത് അറൌണ്ട് എത്ര ഡിഗ്രി വരുവാടാ? 33.68 ഡിഗ്രി എന്ന് വരും. എത്ര കിട്ടും? 33.68 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു വാട്ടർ ഗ്ലാസ് ഇന്റർഫേസിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 33.68 ഡിഗ്രി ആണ്. അപ്പൊ ആൻസർ ഏത് വരും? നമ്മുടെ 33.68 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ. നമുക്കിതല്ല, നമുക്ക് ഈ ഒരു സൈൻ ഇൻവേഴ്സ് ഈ ഒരു വാല്യൂ കിട്ടിയാൽ ഇത് ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് 0.5, അതായത് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 30 ഡിഗ്രിയാണ്. അപ്പൊ 30 ഡിഗ്രിയിൽ കുറച്ച് കൂടണം. അപ്പൊ ഒരു 30 to 33 ഡിഗ്രി അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? Question number 9.5. A small bulb is placed at the bottom of a tank containing water to a depth of 80 cm. What is the area of the surface of water through which light from the bulb can emerge out? Refractive index of water is 1.33. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്മാൾ ബൾബ് ഒരു ടാങ്കിന്റെ ബോട്ടത്തിൽ ഇരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ബൾബ് എന്ത് ചെയ്യുന്നു? ലൈറ്റ് ഇങ്ങനെ എമർജ് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റ് സർഫേസ് ഓഫ് വാട്ടർ, ആ ലൈറ്റിന് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വാട്ടറിന്റെ സർഫസിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം, ഒരു റിവറിന്റെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സർഫസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബോട്ടത്തില്, ഒരു ടാങ്കിന്റെ ഒക്കെ ബോട്ടത്തില് ഒരു മീൻ ഉണ്ടെങ്കിൽ പോലും അതിനെങ്ങനെ വിസിബിൾ റീജിയൻ കാണുന്ന ഒരു കോൺ ഷേപ്പിലായിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കോൺ ഷേപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിന് വിസിബിൾ റീജിയൻ കാണുന്നത്. അതായത് ഇവിടെയാണ് മീനിന്റെ കണ്ണെങ്കിൽ, ഇതാണ് മീനിന്റെ കണ്ണ്, അല്ലെങ്കിൽ ഇവിടെയാണ് ലൈറ്റ് ഇരിക്കുന്നതെങ്കിൽ അതിനിങ്ങനെ ഒരു വാട്ടറിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വാട്ടറിന്റെ ലൈറ്റ് എങ്ങനെ എമിറ്റ് ചെയ്യുന്നത്? ഒരു കോണിക്കൽ ഷേപ്പിലായിരിക്കും എമിറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു ഏരിയ, ഇവിടുത്തെ ഈ ഒരു ഏരിയ, ഈ വാട്ടർ സർഫസിൽ ഈ ഒരു ഏരിയ ആണ് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഏരിയ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ റേഡിയസ് കണ്ടുപിടിക്കണം അല്ലെ? ഈ ഒരു കോണിക്കൽ ഷേപ്പിന്റെ ഈ ഒരു ആർ, ഇവിടുന്ന് ഇതാണ് ആർ എങ്കിൽ ഈ ആറ് കണ്ടുപിടിച്ചാൽ പൈ ആർ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഇത് ആറാണ്. ഇനി നമ്മൾ ഇങ്ങനെ വരച്ച ഇതാണ് ഡെപ്ത് അല്ലെ? ഈ ഡെപ്ത് എത്ര തന്നിട്ടുണ്ട്? 80 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ ആയിരിക്കും. ആയിരിക്കത്തില്ലേ? ആയിരിക്കും. ഇത് എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്, തീറ്റ സി ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് സൈൻ തീറ്റ സി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാടാ? ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 80 സെന്റിമീറ്റർ. 80 സെന്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ 0.8 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 0.8 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് സൈൻ തീറ്റ സി എന്ന് പറഞ്ഞാൽ തീറ്റ സി ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിലാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വന്ന് ഇത് റിഫ്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ സർഫസിൽ കൂടെ പോകുന്ന അപ്പോഴുള്ള കണ്ടീഷനായി ഈ ഒരു ഫിഗർ അല്ലെ? ഇതാണ് ഒരു ടാങ്ക്. ആ ടാങ്കിന്റെ ബോട്ടത്തിലോട്ടുള്ള ഹൈറ്റ് ആണ് 80 സെന്റിമീറ്റർ എങ്കിൽ ഇത് തീറ്റ സി ആയിരിക്കും. ആംഗിൾ ഓഫ് കോൺ ചോദിച്ചാൽ 2 തീറ്റ സി ആയിരിക്കും. അതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ സൈൻ തീറ്റ സി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1/μ ആയിരിക്കും. എന്തായിരിക്കും മക്കളെ? 1/μ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 0.8 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ മ്യൂ എത്രയാണ് തന്നിട്ടുണ്ട്? 1.33 ആണ് തന്നിട്ടുണ്ട്. 1.33 എന്ന് പറഞ്ഞാൽ നമുക്കത് എത്രയായിട്ട് എടുക്കാം? 1.33 എന്ന് പറഞ്ഞാൽ അത് 4/3 ആണ്. അപ്പം നമുക്ക് ഇവിടെ 4/3 എന്ന് എഴുതാം, മ്യൂവിന്. അപ്പൊ എത്ര കിട്ടും? 3/4 എന്ന് കിട്ടും. അപ്പോ ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 0.8 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/4 എന്ന് വന്നു അല്ലേടാ? രണ്ടിടത്ത് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. അപ്പൊ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് 0.8 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ 9 ഡിവൈഡഡ് ബൈ 60 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ആർ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പൊ ആർ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? രണ്ടിനെ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ 16 ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ആർ സ്ക്വയർ പ്ലസ് എന്ത് കിട്ടും? 9 ഇൻറ്റു 0.8 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടുന്ന് 7 ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 0.8 ഇൻറ്റു 0.8 എന്ന് കിട്ടും. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 0.8 ഇൻറ്റു 0.8 ഡിവൈഡഡ് ബൈ എത്രയെന്ന് വരും? 7 എന്ന് വരും. ഇത് ആർ സ്ക്വയറിന്റെ വാല്യൂ ആണ്. നമുക്ക് വേണ്ടത് എന്തുവാണ്? ഏരിയ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സർഫസ് ഓഫ് വാട്ടർ ത്രൂ വിച്ച് ലൈറ്റ് ഫ്രം ദി ബൾബ് ക്യാൻ എമർജ് ഔട്ട്. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 6 റേഡിയസ് ഉള്ള ആ ഒരു സർക്കിളിന്റെ ഏരിയ, ഈ ഒരു ഏരിയ അല്ലേ? അപ്പം ഏരിയ ഓഫ് ദ സർഫസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ദി സർഫസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ് അല്ലേ? അതെ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 22/7 ഇൻറ്റു ആർ സ്ക്വയർ ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. 9 ഇൻറ്റു 0.8 ഇൻറ്റു 0.8 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. ഇത് ഇത്രയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 2.61 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ? 2.61 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ആ ഒരു ബൾബ് ബോട്ടത്തിൽ വെച്ച് ബൾബിനെ എമിറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര ഏരിയയിലാണ്? 2.61 മീറ്റർ സ്ക്വയറിലെ ലൈറ്റ് ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എമിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇത് എങ്ങനെയൊക്കെ ചോദിക്കാം? ഇതിന്റെ വേറൊരു മോഡൽ എങ്ങനെ ചോദിക്കാം? ഇവിടെ ഒരു ഫിഷ് ഉണ്ട്. ആ ഫിഷിന് എന്ത് ചെയ്യാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന ഒരു ഏരിയ എത്ര എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താ? ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും, തീറ്റ സി ആയിരിക്കും. ഇനി ആംഗിൾ ഓഫ് ആ കോണാ ചോദിക്കുന്നെങ്കിൽ അത് 2 തീറ്റ സി ആയിരിക്കും. 2 ഇൻറ്റു ഇതിപ്പോ 3 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദി കോൺ എത്ര ആയിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. അത് അറിഞ്ഞിരിക്കാം. പിന്നെ റേഡിയസ് ആയിട്ട് ചോദിക്കാം, ഡയമീറ്റർ ചോദിക്കാം. ഡയമീറ്റർ വെച്ചാൽ 2r എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? ഏരിയ ചോദിക്കാം. ഓക്കെ അല്ലേ? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതെന്താ? നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ടോട്ടൽ ഇന്റർവൽ റിഫ്ലക്ഷൻ. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വെച്ച് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ അല്ലേ?